ചെറുതായിട്ടൊന്ന് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ ഞാൻ നമ്മുടെ കുറച്ച് പിരിയമുളക് കുറച്ച് അതിൻ്റെ അകത്തിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു 3 കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ജീരകം ഇട്ട് നോക്കാം, പിന്നെ ചുമന്ന മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ, അത് മിക്സ് ചെയ്ത് ഇതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി മസാല കൂടി ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി. ഞാൻ ഏതായാലും ഒരു ചെറിയ ഇതിനുള്ള ഇതേ മതി. പറയാം. ഇത് എണ്ണ മറ്റേ ഉള്ളി വറുക്കാനായിട്ട് ഞാനൊരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടാണ്. അപ്പോൾ ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അരി വേവണു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, ചിക്കൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി ഇതിൻ്റെ അകത്തായിട്ട് മിക്സ് ചെയ്തു. റൈസ് നന്നായിട്ട് കുക്ക് ചെയ്തു. പിന്നെ കുറച്ച് നേരം അടച്ചു വെക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മറ്റേ ഒനിയൻസും മറ്റേ കിസ്മിസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. ഇതൊറ്റ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് അടച്ചു വെക്കാൻ പോവാണ്. അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എടുക്കും, യൂസ് ചെയ്യാം. സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ അകത്തായിട്ട് കുറച്ച് ക്യാരറ്റ്, കുക്കുംബർ, പച്ചമുളക്, സോള, പിന്നെ കുറച്ച് കരിയാപ്പില